സംഘർഷാന്തരീക്ഷം രൂപപ്പെട്ടിരിക്കുകയാണ്. അവിടെ പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായിരിക്കുന്നു. ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള ശ്രമം ഉണ്ടായി. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് പ്രതിഷേധിക്കുകയാണ്. എം പി രാജേഷിന്റെ ഓഫീസിലേക്ക്, പാലക്കാട്ട് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലാണ് സംഘർഷാന്തരീക്ഷം. ബാർക്കോഴ വിവാദത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് എക്സൈസ് മന്ത്രി എം വി രാജേഷിന്റെ പാലക്കാട്ടെ ഓഫീസിലേക്കാണ് മാർച്ച്. അവിടെ സംഘർഷാന്തരീക്ഷമാണ്. പോലീസുമായി ഉന്തം തള്ളുമുണ്ടായി. ബാരിക്കേഡിന് മുകളിൽ കയറി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു. ബാർക്കോഴ വിവാദം കൂടുതൽ സജീവമാക്കുകയാണ് പ്രതിപക്ഷം. മന്ത്രിയുടെ രാജി കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്നത്. എക്സൈസ് മന്ത്രിയുടെ രാജി ബാർക്കോഴ കേസിൽ ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രതിഷേധത്തിലാണ് സംഘർഷമുണ്ടായത്. പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കസ്റ്റഡിയെടുത്ത് നീക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന്. പ്രതിഷേധ മാർച്ച് എത്തിയപ്പോൾ തന്നെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഗോകുൽ VS കൂടിയുണ്ട്. ക്ഷമിക്കണം, തിരുവനന്തപുരത്തെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ മറുഭാഗത്ത് കാണുന്നത്. ജലപീരങ്കി പ്രയോഗിച്ച ആ ദൃശ്യങ്ങൾ അത് തിരുവനന്തപുരത്താണ്. അപ്പോൾ ബാർക്കോഴ കേസിൽ പ്രതിപക്ഷം പ്രതിഷേധവും സമരവും ശക്തിപ്പെടുത്തുകയാണ്. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പാലക്കാട്ടും തിരുവനന്തപുരത്തും പ്രതിഷേധങ്ങൾ നടക്കുന്നു. തിരുവനന്തപുരത്തെ പ്രതിഷേധം ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് BJPയുടെ പ്രതിഷേധമാണ്. അത് വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടൊരു പ്രതിഷേധമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. രണ്ട് വിഷയങ്ങളിലാണ് പാലക്കാട്ട് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട്, എക്സൈസ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം സംഘർഷത്തിലേക്ക് എത്തുമ്പോൾ തിരുവനന്തപുരത്ത് തകർന്നടിഞ്ഞ റോഡും അവിടുത്തെ വെള്ളക്കെട്ടും അപകടസ്ഥിതിയും അടിയന്തരമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP നടത്തിയ മാർച്ചിലും ജലപീരങ്കി പ്രയോഗം ഉണ്ടായിരിക്കുന്നു. പാലക്കാട്ട് നിന്ന് ഗോകുൽ, പാലക്കാട്ടെ സ്ഥിതി എന്താണ്? എക്സൈസ് മന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചുമായി എത്തിയ അതിനെ തുടർന്നുണ്ടായ സംഘർഷാന്തരീക്ഷം ഏത് തരത്തിലാണ്? ഇപ്പോൾ പോലീസുമായി പ്രവർത്തകർ ഉന്തും തള്ളുമാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസുമായി ഉന്തും തള്ളും നടത്തുന്ന ഒരു സ്ഥിതിയാണ്. സംഘർഷാവസ്ഥയാണ്. തൃത്താലയിലെ MP രാജേഷിന്റെ MLA ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. മാർച്ചിന് ശേഷം റിജുൽ മാങ്കുട്ടി മാർച്ച് ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയതിനു ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് MLA ഓഫീസിന് മുന്നിലേക്ക് പോകാൻ ശ്രമിച്ചു. പോലീസ് അത് തടഞ്ഞു. അങ്ങനെയാണ് പ്രവർത്തകർ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായത്. ഇതിനിടയിൽ ബാരിക്കേഡ് മറികടന്ന ഏതാനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മറ്റുള്ള പ്രവർത്തകരെ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി അവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുള്ള
നീങ്ങുകയാണ്. പ്രവർത്തകരും പോലീസുമായി ഉന്തും തള്ളുമുണ്ടാകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകരെ തുടർന്നാണ് ഈ ഒരു സംഘർഷ ിരിക്കുന്നത്. ഏതാനും പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി മറ്റുള്ള പ്രവർത്തകരെ കൂടി ഇനിയും ഈ പ്രദേശത്തുള്ള തടിച്ചുകൂടിയ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങുകയാണ്. എം പി രാജേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് തൃത്താലയിലെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ചുമായി വന്നത്. എം പി രാജേഷ് മാർക്കോഴ കേസ് കൂടുതൽ സജീവമായി ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം. യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിൽ സംഘർഷമുണ്ടായി പാലക്കാട്ട്.